ഗൈസ് നമ്മളെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? സെയിം പീച്ച്, സെയിം സെയിം സെയിം. മുട്ടായി തന്നെയാണ് ഗൈസ്. ഇവള് മുട്ടായി തീറ്റയോടെ മുട്ടായി തീറ്റ. ഹലോ ഗായ്സ്, ഇന്ന് റിസപ്ഷൻ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് വലിയ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇന്നലെ അത്രയ്ക്ക് നമ്മൾ ഹൽദി അടിച്ച് തിമിർത്തു കേട്ടോ. അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുഖത്തും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഹൽദി ഡേ അടിച്ചു പൊളിച്ച കാരണം ഇന്ന് നമ്മൾ വിചാരിച്ചു റെസ്റ്റ് എടുക്കാം, ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വേണ്ട, ജസ്റ്റ് ഒരു പാർട്ടി പോലെ തന്നെ നടത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കാൻ വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹൽദി നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരെല്ലാവരും പോയി കാണാം കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞാനും ചേട്ടനും ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഫാമിലി ഫോട്ടോ എടുത്തു. പക്ഷെ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ഫോട്ടോ എടുക്കാൻ നേരം ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ത്വര വന്നപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ മറന്നുപോയി. അപ്പോൾ അതെടുക്കാൻ മറന്നാൽ ഞാനാണല്ലോ എൻ്റെ യൂട്യൂബ് വീഡിയോയിലെ ക്യാമറാമാൻ. അപ്പോൾ എനിക്ക് സ്വയം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ ത്വര കാരണം അങ്ങ് മറന്നുപോയി കേട്ടോ. ഇത് നമ്മുടെ ശ്രീജ മാമിയാണ്. ശ്രീജ മാമി വേറെ ഒന്നുമല്ല, എന്നെ ട്രോളാനാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കല്യാണ പെണ്ണ് തോറ്റുപോകില്ലേ, ചുമ്മാ ഇങ്ങനെ കളി അടിക്കും കേട്ടോ. ഞാനും അങ്ങോട്ട് ഓരോ കളികളൊക്കെ പറയും. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് കളിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അവിടെ ചൊറിയും കുത്തി കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചേച്ചിയും ചേട്ടനൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അയച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ അവർക്ക് അയച്ചൊന്നും കൊടുക്കില്ല, എൻ്റെ പരിപാടിയാണ്. എല്ലാവരും പറയും അയച്ചു തരണേ. വലിയൊരു തൊന്തരവാണ് ഗൈസ് ഈ വീഡിയോ എടുത്താൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അതാണ് മനുഷ്യന് ഒടുക്കത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഹസ്സും ഇടയ്ക്ക് ഞാനും ഹസ്സുമായിട്ടുള്ള വീഡിയോ ഒന്നും ഇതിൽ വലുതായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഹസ്സ് ഒരു വഴിക്ക് പോകും, ഞാൻ ഒരു വഴിക്ക് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു റിസപ്ഷൻ. പിന്നെ ഇത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ, അമ്മ, 2 ബ്രദേഴ്സ്, നാത്തൂൻ്റെ അച്ഛൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് എടുത്തതാണ്. എൻ്റെ ഹസ്സിനെ ഞാൻ വിളിച്ചു. പക്ഷേ ഹസ്സ് വേറെ എന്താ തിരക്ക് കാരണം പോയി. അപ്പോൾ ആ ഒരു ഇത് മിസ്സായിട്ടുണ്ട്. പക്ഷേ ബാക്കി ചേട്ടൻ്റെ ഫാമിലിയിലെ വീഡിയോസ് കിട്ടുമ്പോൾ ഞാൻ ഇനി പോസ്റ്റ് ആയിട്ടോ. ഇനി എന്ന് കിട്ടും ആൽബം വീഡിയോസൊക്കെ എന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നാളെയാണ് നമ്മുടെ മാരേജ് വരുന്നത്. അപ്പോൾ മാരേജ് എങ്ങനെ ആയിരിക്കും എന്നൊരു ഊഹം ഉണ്ട്. എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്ന്. നിങ്ങൾക്ക് എൻ്റെയും ഋതുവിൻ്റെയും ഡ്രസ്സ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ചെയ്തെടുത്ത വർക്കാണ് കേട്ടോ. ഞാൻ കുത്തിയിരുന്ന് 1 മാസം 2 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ചെയ്യും, പിന്നെ അവിടെ നിർത്തും. ഇങ്ങനെ ചെയ്ത് ഞാൻ മിക്കതും ഈ ലൈവും വീഡിയോസും കുറഞ്ഞത് ഇതൊക്കെ കാരണം കേട്ടോ. സ്റ്റിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്കും ഋതുവിനും ഒരേപോലെ ഇടണമെന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാനും ഋതു ഇതുപോലെ ഒരിക്കലും ഇട്ടിട്ടില്ല ഒരേപോലത്തെ ഡ്രസ്സ്. അങ്ങനെ ഞാനിത് കുത്തിയിരുന്ന് തച്ച് ഡ്രസ്സാണെന്ന് പറയാം. പാർട്ടിയുടെ ആ മുത്ത് പിടിപ്പിക്കുന്നത് ചെറിയ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നൈസ് മുത്തല്ലേ എന്ന് വിചാരിക്കും. കുറച്ച് അവരെന്തരൊക്കെ, പക്ഷെ ചെയ്ത് നോക്കിയാലേ അറിയാമോ അത് എത്രത്തോളം പാടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ അയ്യോ എന്ത് റേറ്റാന്നൊക്കെ പറയും. പക്ഷെ അതിനുള്ളൊരു പാടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പയ്യൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സാരി കൊടുക്കുന്ന ചടങ്ങാണ്, പുടവ കൊടുക്കലെന്ന് പറയും. അപ്പോൾ സാരി ഇങ്ങനെ നമ്മുടെ ഇതിൽ ഇങ്ങനെ കൊടുക്കും, തലേ ദിവസം വന്ന് കൊടുക്കും. ഈ സാരിയാണ് ഇനി കെട്ട് സമയത്ത് ഉടുക്കാൻ പോകുന്നത്. ഇതാണ് പയ്യൻ്റെ നാത്തൂന്. പിന്നെ കസിൻസ് സിസ്റ്റേഴ്സും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ചേട്ടന് ഞാൻ ആ സമയമൊക്കെ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഹസ്സനെ വിളിച്ചുകൊണ്ട് പോയി. പതിവ് പോലെ ഹസ്സിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അവർ നല്ല ഫാമിലിയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവരോടായിരുന്നു ഫുൾ ടൈം ആയിരുന്നു കേട്ടോ കൂടുതലും. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഋതു ആണെങ്കിൽ എന്നെ വിട്ട് ഇറങ്ങിപ്പോകുന്നതേ ഇല്ല. അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല. ഞാൻ ഒരേ നിപ്പായിരുന്നു. നമ്മൾ ഇരിക്കാനും സമ്മതിക്കില്ല, നിൽക്കാനും സമ്മതിക്കാത്ത അവസ്ഥയായിരുന്നു കേട്ടോ.